കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണെന്ന് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കെ.സി. വേണുഗോപാലുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ചകൾ നടത്തിയ എ.ഐ.സി.സി. അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരാളെ അടുത്തയാഴ്ച പകുതിയോടെ കെ.പി.സി.സി. അധ്യക്ഷനായി നിയമിക്കും. കസേര പിടിച്ചെടുക്കാൻ വലിയ ശ്രമങ്ങളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. നേരത്തെ പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും അവസാനമായി 2 പേരിലേക്കാണ് ഹൈക്കമാൻഡ് എത്തി നിൽക്കുന്നത്. ഒന്ന് ജോസഫ് വാഴയ്ക്കൻ, രണ്ടാമത് മാത്യു കുഴൽനാടൻ. ഇതിൽ വാഴയ്ക്കൻ രമേശ് ചെന്നിത്തലയുടെ നോമിനിയാണ്. കുഴൽനാടനെ പിന്തുണയ്ക്കുന്നത് കെ.സി. വേണുഗോപാൽ നേരിട്ടാണ്. കെ.സിയുടെ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ എം.എൽ.എക്ക് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പദവി നഷ്ടമായ രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അംഗമാകണമെങ്കിൽ മുന്നോട്ട് വെച്ച ഉപാധികളിലൊന്നാണ് വാഴയ്ക്കന് കെ.പി.സി.സി. അധ്യക്ഷ പദവി. മന്ത്രിസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും കെ.സി. വേണുഗോപാൽ പക്ഷക്കാരാണ്. അതുകൊണ്ട് കെ.പി.സി.സി. അധ്യക്ഷ പദവി തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാണ് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ആവശ്യപ്പെടുന്നത്. സതീശന് പക്ഷേ ഉയർത്തിക്കാട്ടാൻ മികച്ചൊരു നേതാവില്ലെന്നത് തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് വാഴയ്ക്കനെ പിന്തുണയ്ക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇടഞ്ഞു നിന്ന് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച വി.ഡി. സതീശൻ അന്ന് മുന്നോട്ട് വെച്ച ഫോർമുലകളിലൊന്ന് കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനമാണ്. അതുകൊണ്ട് വാഴയ്ക്കനെ പിന്തുണയ്ക്കാൻ വി.ഡി. സതീശന് മുന്നിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ്. എന്തായാലും കെ.പി.സി.സി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടുത്ത മത്സരവുമായി മൂവാറ്റുപുഴ മുൻ എം.എൽ.എ. ജോസഫ് വാഴയ്ക്കനും നിലവിലെ എം.എൽ.എ. മാത്യു കുഴൽനാടനും രംഗത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായതുമൂലം ഒഴിവ് വരുന്ന കെ.പി.സി.സി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂവാറ്റുപുഴയുടെ പ്രതിനിധികൾ ആയിരുന്നവർ തമ്മിലടിക്കുന്നത് കൗതുകമാണ് സമ്മാനിക്കുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് വിജയിച്ച എം.എൽ.എ. ആയ മാത്യു കുഴൽനാടൻ മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലെ ബലാബലത്തിൽ ബൽറാമിനൊപ്പം മാത്യുവിനും മന്ത്രിസ്ഥാനം ഒരു കിട്ടാക്കരിയായി മാറി. മുസ്ലിം ലീഗിനെതിരായ മാത്യുവിന്റെ പ്രസ്താവനകളും മന്ത്രിസ്ഥാനം നഷ്ടമായതിന് പ്രധാന കാരണമായിട്ടുണ്ട്. ജോസഫ് വാഴയ്ക്കന്റെ കാര്യം പക്ഷേ ഏറെ വ്യത്യസ്തമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ മത്സരിക്കുവാൻ പോസ്റ്ററുകളും ബോർഡുകളും വരെ തയ്യാറാക്കിയ വാഴയ്ക്കനെ വെട്ടി മാത്യു കുഴൽനാടൻ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. സ്ഥാനാർത്ഥിയാകുവാൻ വേണ്ടി മാത്യു PR ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയ ഇമെയിൽ ക്യാമ്പയിനെ പറ്റി അന്ന് ജോസഫ് വാഴയ്ക്കൻ തന്നെ പൊതുവേദിയിൽ തുറന്നു പറഞ്ഞതാണ്. 2016 തനി ആവർത്തനമാണ് ജോസഫ് വാഴയ്ക്കനെ സംബന്ധിച്ച് 2026 കണ്ടത്. ഇത്തവണ മണ്ഡലം പക്ഷേ ഏറ്റുമാനൂർ ആയിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റായിരുന്ന ഏറ്റുമാനൂർ വാഴയ്ക്കന് വേണ്ടി കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു. സീറ്റ് ഉറപ്പിച്ച വാഴയ്ക്കന് ആദ്യഘട്ട പ്രവർത്തനവും തുടങ്ങിയിരുന്നു. 3000-ഓളം ഫ്ലെക്സ് ബോർഡുകളും 2 ലക്ഷത്തോളം പോസ്റ്ററുകളും തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായി നാട്ടകം സുരേഷ് എത്തി. ചരിത്രം ആവർത്തിച്ചു. വാഴയ്ക്കൻ വീണ്ടും പുറത്ത്. നാട്ടകം സുരേഷിനെ ഏറ്റുമാനൂരിൽ വാഴിച്ചത് കെ.സി. വേണുഗോപാൽ തന്നെയായിരുന്നു. മുൻ മന്ത്രി വാസവനെ അട്ടിമറിച്ച് നാട്ടകം സുരേഷ് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു. തലമുതിർന്ന കോൺഗ്രസ് നേതാവായ വാഴയ്ക്കൻ രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനുയായിയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഏറെ സ്വീകാര്യനാണ് വാഴയ്ക്കൻ. കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട വാഴയ്ക്കന് ഇത്തവണ സാധ്യത ഏറെയാണ്. എങ്കിലും 2016 തന്നെ അട്ടിമറിച്ച കുഴൽനാടൻ വീണ്ടും വാഴയ്ക്കന് തലവേദനയാവുകയാണ്. കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പിന്റെ പ്രധാനിയായ കുഴൽനാടൻ ഇത്തവണയും വാഴയ്ക്കനെ വെട്ടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സാമുദായിക സമവാക്യം വാഴയ്ക്കൻ അനുകൂലമാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ അതൃപ്തിയാണ് ഇവിടെ കുഴൽനാടന് വിലങ്ങുതടിയാകുന്നത്.